ലോകം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ജനറ്റിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും മഹാവിസ്മയങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴും നമ്മൾ ഇന്ത്യക്കാർ, കേരളീയർ അതിവേഗം ഗോത്രകാലത്തേക്ക് സഞ്ചരിക്കുകയാണ്. അതുകൊണ്ടാണ് കാലം മറന്നുപോയ അന്ധവിശ്വാസങ്ങളെയും പ്രാകൃതാചാരങ്ങളെയും തിരിച്ചു പിടിക്കുകയും അതൊക്കെ എന്തോ മഹത്തായ സംഭവമാണ് എന്ന് കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്നത്. ലോകത്തിനു മുന്നിൽ ഇന്ത്യ എന്താണ് എന്ന് കാണിക്കുന്നതാണ് കുംഭമേളയിലെ നഗ്നസന്യാസിമാരുടെ പ്രകടനങ്ങൾ. ആഭാസകരമായ, അതിനെയൊക്കെ എന്തോ പരിപാവനമായ പാരമ്പര്യമാണ് എന്ന രീതിയിലാണ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാം എത്രമാത്രം വേഗതയിൽ പിന്നോട്ട് പോവുകയാണ് എന്നുള്ളതിൻ്റെ തെളിവാണത്. അതുപോലെ എന്നാണ് നമ്മുടെ ജാതിയെക്കുറിച്ചുള്ള ജാതി ബോധത്തിൻ്റെ അഹന്തകൾ. സുരേഷ് ഗോപി ഉന്നത കുലജാതിയെക്കുറിച്ചും ബ്രാഹ്മണനാകാനുള്ള അദമ്യ ആഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ പലതവണ ആവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ, അല്ലെ സംഘപരിവാരത്തിൻ്റെ പുതിയ അവതാരമൂർത്തികളൊക്കെ തന്നെ പഴയ പാരമ്പര്യത്തിൻ്റെ മഹാത്മ്യങ്ങളെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ജാതി, എന്താണ് കുലം, എന്താണ് ഗോത്രം, എന്താണ് വംശം എന്നൊക്കെ നരവംശാസ്ത്രപരമായി ധാരാളം വിശദീകരണം നമ്മുടെ മുന്നിലുണ്ട്. ജനറ്റിക്കൽ പഠനം, പുതിയ ജനിതക പഠനങ്ങൾ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയിരിക്കുന്നത്. നാം ഇന്നലെ വരെ കരുതിയിരുന്ന പലതും നുണയാണ് എന്നും തെറ്റാണ് എന്നും അതൊന്നും ശാസ്ത്രീയമല്ല എന്നും ഈ ജനിതക പഠനങ്ങൾ നമ്മളോട് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നരവംശാസ്ത്രത്തെയും ഒക്കെ തന്നെ വളരെ സോഷ്യോളജിയും ഒക്കെ വളരെ ശാസ്ത്രീയമായി സാമൂഹ്യ വിശകലനങ്ങൾ നടത്താറുണ്ട്. എന്താണ് കുലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുലത്തിലെ ഉന്നത കുലജാതി എന്നൊക്കെ പറയുമ്പോൾ നാം വിചാരിക്കും എന്തോ ഭയങ്കരമായ ഒരു സംഭവമാണത്, അതിനെന്തോ വലിയൊരു പാരമ്പര്യമുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. കുലം അല്ലെങ്കിൽ ക്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധു ഗ്രൂപ്പാണ്. ഒരു യഥാർത്ഥമായിട്ടൊന്നല്ല, സാങ്കല്പികമായ ഒരു പൊതുപൂർവികൻ്റെ മുന്നിൽ, അല്ല ഒരു പുതു പൂർവികൻ, അത് പാട്രി ക്ലാനാകാം, മാട്രി ക്ലാനാകാം. മീൻസ് അതായത് പിതാവിൻ്റെയോ അല്ലെങ്കിൽ മാതാവിൻ്റെയോ പിന്തുടർച്ചയുടെ ഭാഗമായി വരുന്ന ഒരു പൊതുപൂർവകരിൽ വിശ്വസിക്കുന്ന ഒരു പ്രാകൃത വിശ്വാസ പരമ്പരയാണ്, അല്ലെങ്കിൽ ഒരു സാങ്കല്പിക പദ്ധതിയാണ് കുലം എന്ന് പറയുന്നത്. ഈ കുലമെന്ന് പറയുന്നത് വംശവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആ കുലത്തിൽ വിവാഹം കുലേതരമായിട്ടുള്ള ആ കുലത്തിൽ നിന്ന് മറ്റൊരു കുലത്തിലേക്ക് വിവാഹം കഴിച്ച് അയച്ചാൽ കുലമഹിമ പോകുമെന്ന് വിചാരിച്ച ഗോത്രകാല സങ്കല്പത്തിൻ്റെ ജീവിതമാണത്. അതുപോലെ ഗോത്രം എന്ന് പറയുന്നത് പൊതുവായ ഒരു വംശാവലിയുടെയോ ഭാഷയുടെയോ സംസ്കാരമോ നിലനിർത്തുന്ന ചെറിയ ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ബാൻഡുകളെയാണ് ഗോത്രമെന്ന് പറയുന്നത്. ഗോത്രത്തിൽ പിതൃപാരമ്പര്യം മാത്രമാണുള്ളത്, മാതൃപാരമ്പര്യമില്ല. മതപരവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു സ്വത്വവാദമാണ് ഗോത്രമെന്ന് നരവംശാസ്ത്രപരമായി നമ്മോട് പറയുന്നു. വംശം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന സാങ്കല്പിക ഗ്രൂപ്പുകളാണ്. ഇതിനൊക്കെ പ്രത്യേകമായ ചില ആചാര രീതികൾ, ഇതൊക്കെ മനുഷ്യൻ്റെ പരിണാമഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഗോത്രകാല സ്മൃതികളല്ല സംസ്കൃതികളുടെ ഭാഗം മാത്രമാണത്. അത് എന്തോ വലിയ ഒരു സംഭവമാണ് എന്ന രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ വളരെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആധുനിക ജനിതക പഠനങ്ങൾ മോളിക്കുലാർ ക്ലോക്ക് എന്ന ജനിതക പരിണാമ ഘടികാരത്തെക്കുറിച്ച് പുതിയ പഠനങ്ങൾ ധാരാളമായി വന്നിട്ടുണ്ട്. മലയാളത്തിലെ കെ സുധരാമൻ എഴുതിയ, കെ സേതുരാമൻ IPS എഴുതിയ മലയാളിയുടെ ജനിതകം എന്നൊരു പുസ്തകം, എതിരൻ കതിരവൻ്റെ ഇതേ പേരിലുള്ള മറ്റ് ഒരു പുസ്തകം, അദ്ദേഹത്തിന് തുടർച്ചയായിട്ടുള്ള പരിണാമ സംബന്ധിയായിട്ടുള്ള പഠനങ്ങൾ, അതുപോലുള്ള ധാരാളം ഡോക്കിൻസിൻ്റെയൊക്കെ സെൽഫിഷ് ജീൻ പോലെയുള്ള പഠനങ്ങൾ, ഇങ്ങനെ ധാരാളം പഠനങ്ങൾ ജനിതകശാസ്ത്രത്തെ സംബന്ധിച്ച് പുതിയ പുതിയ അറിവുകൾ, നവങ്ങളായിട്ടുള്ള അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നാം അതിനെയൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു 7400 തലമുറകൾക്ക് മുമ്പ്, 1,40,000 വർഷങ്ങൾക്ക് മുമ്പാണ് ആഫ്രിക്കയിൽ ആദിമ മനുഷ്യൻ ഉണ്ടായത് എന്നാണ് ജനിതക പഠനത്തിൻ്റെ തുടക്കം. 75,000 വർഷങ്ങൾക്ക് മുമ്പ് ജനിതക മാറ്റം വന്ന മനുഷ്യൻ 2400 തലമുറകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ
68.5 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ ആദം എന്ന് പറയുന്ന മനുഷ്യൻ, അല്ലെ യൂറോപ്പിൽ ആദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആധുനിക മനുഷ്യൻ യൂറോപ്പിൽ രൂപം കൊണ്ടു എന്നാണ് ചരിത്രം പറയുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നത്. ആഫ്രിക്കയിൽ നിന്ന് 90,000 വർഷങ്ങൾക്കും 70,000 വർഷങ്ങൾക്കും മുമ്പാണ് കുടിയേറിയവർ. ആഫ്രിക്കയിൽ നിന്ന് 90,000 വർഷങ്ങൾക്കും 70,000 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയ മനുഷ്യരാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പൂർവികർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുമ്പോൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രീയമായ വസ്തുത, ആഫ്രിക്കയിൽ നിന്ന് ആണ് ആദ്യത്തെ മനുഷ്യൻ മറ്റ് പ്രദേശങ്ങളിലേക്ക് കുടിയേറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ മനുഷ്യരും കുടിയേറിയവരാണ്. മുഴുവൻ മനുഷ്യരുടെയും മുൻഗാമികൾ കുടിയേറിയവരാണ്. എല്ലാവരും സങ്കരമായി ചേർന്ന് ഇടപഴകിയിട്ടുള്ള വംശങ്ങളാണ്. ലോകത്തിൽ പരിശുദ്ധമായിട്ടുള്ള ഒരു വംശം അല്ലെങ്കിൽ ഒരു കുലം അല്ലെങ്കിൽ ഒരു ഗോത്രം ഒരിക്കലുമില്ല. എല്ലാം ഇടകലർന്ന് സംസ്കൃതികൾ സമന്വയിച്ച് വളർന്നിട്ടുള്ളതാണെന്നുള്ള യാഥാർത്ഥ്യം. കേരളത്തിൽ ഒരുപക്ഷെ 60,000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം ആദ്യ മനുഷ്യൻ എത്തിയിട്ടുണ്ടാവുക. ആര്യൻ പടയോട്ടം എന്നുള്ള കഥകൾ, അതുപോലെ ദ്രാവിഡരെ കീഴടക്കിക്കൊണ്ട് ആര്യന്മാർ പിടിച്ചെടുക്കും എന്ന് പറയുന്നത്, ആ ബ്രാഹ്മണർ മധ്യേഷ്യയിൽ നിന്ന് കടന്നു വന്നവരാണ് എന്നൊക്കെയുള്ള പഠനങ്ങൾ യഥാർത്ഥത്തിൽ പുതിയ ജനിതക പഠനങ്ങൾക്ക് മുന്നിൽ കള്ളക്കഥകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെയൊരു വലിയൊരു സ്വതന്ത്രമായ അല്ലെങ്കിൽ സ്വത്വപൂർണമായിട്ടുള്ള തനതായിട്ടുള്ള ഒരു സംസ്കാരമില്ല, അല്ലെങ്കിൽ ഒരു പാരമ്പര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് കുറെ കൂടി ശാസ്ത്രീയമായി വിശദീകരിക്കുമ്പോൾ അമ്മയുടെ മൈറ്റോകോൺട്രിയയും അച്ഛൻ്റെ വൈ ക്രോമസോമുകളിലെയും ചില നിഗൂഢ കണ്ണികൾ മനുഷ്യൻ്റെ ജൈവികമായിട്ടുള്ള സാംസ്കാരികമായ മതപരമായിട്ടുള്ള അവൻ്റെ അലീലുകൾ എന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്. ആ അലീലുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വഭാവ രൂപ പരിണാമങ്ങളിലേക്ക് മനുഷ്യത്വപ്പെടുന്നത്. അത്തരം ജനിതക വ്യാഖ്യാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ നെയ്ബർഹുഡ് ട്രീ അല്ലെങ്കിൽ ജനിതക വൃക്ഷം എന്ന് പറയുന്ന രീതിയിലുള്ള പുതിയ ജനിതക കണ്ടുപിടുത്തങ്ങൾ, ആ കണ്ടുപിടുത്തങ്ങൾ മലയാളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിർണായകമായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മുടെ പാരമ്പര്യങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്ന മനുഷ്യൻ്റെ ശാസ്ത്രീയമായ ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻറ്റർ ഫോർ ബയോടെക്നോളജി നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അത് കെ സേതുരാമൻ IPS തന്റെ പുസ്തകത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. കേരളത്തിലെ ബ്രാഹ്മണരെന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് പുറത്തുനിന്ന് വന്നിട്ടുള്ള മനുഷ്യരല്ല എന്നും, കേരളത്തിലെ ബ്രാഹ്മണർ മുതൽ പട്ടികജാതിക്കാർ വരെയുള്ള ജനവിഭാഗങ്ങളെന്ന് പറയുന്നത് നരവംശാസ്ത്രപരമായും ജനിതകശാസ്ത്രപരമായും കേരളത്തിൽ തന്നെയുള്ള ദ്രാവിഡ വിഭാഗങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ഏതാണ്ട് ഒരേ പൂർവികന്മാരുടേത് തന്നെയാണ് എന്നും മറ്റാരും പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള അധിനിവേശങ്ങൾ നടത്തിയിട്ടുള്ളതല്ല എന്നുമാണ് പുതിയ ജനിതക പഠനം ബോധ്യപ്പെടുത്തുന്നത്. അതിന് തെളിവായി നമ്മുടെ മുന്നിൽ വരുന്ന കാര്യമെന്ന് പറയുന്നത് വടക്കേ ഇന്ത്യൻ ബ്രാഹ്മണരും തെക്കേ ഇന്ത്യൻ ബ്രാഹ്മണരും പ്രത്യേകിച്ച് കേരളത്തിലെ ബ്രാഹ്മണരും തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പോൾ കേരളത്തിൽ ബ്രാഹ്മണരുണ്ട്, ബ്രാഹ്മണരുടെ പാരമ്പര്യമുണ്ട്, ബ്രാഹ്മണൻ പുതുതായി ജനിക്കുന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു ബ്രാഹ്മണ വംശം ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. കാരണം കേരളത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ബ്രാഹ്മണരും കേരളത്തിലെ ബ്രാഹ്മണരും തമ്മിൽ പോലും അവരുടെ ആചാരങ്ങളിൽ, അവരുടെ വേഷങ്ങളിൽ, അവരുടെ ഭക്ഷണങ്ങളിൽ, അവരുടെ അനുഷ്ഠാനങ്ങളിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല ഈ പുതിയ പഠനങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ആദിമ ജനസമൂഹം എന്ന് പറയുന്നത് നിലമ്പൂർ കാടുകളിലെ ചോലനായ്ക്കരും കുറുമരും മലമ്പണ്ടാരങ്ങളുമാണെന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ പറഞ്ഞു വെച്ച വലിയ പാരമ്പര്യത്തിൻ്റെ കുലമഹിമയുടെയും അല്ലെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള പുരാതന സംസ്കൃതിയുടെയും ആർഷഭാരത പാരമ്പര്യത്തിൻ്റെയും ഒന്നും പാരമ്പര്യങ്ങൾ ഇന്ത്യയിലോ കേരളത്തിലോ ഇല്ല എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. കേരളത്തിലെ നിലമ്പൂരിലെ കാട്ടുചോരക്കാർ നായ്ക്കന്മാരും അല്ലെങ്കിൽ മലമ്പണ്ടാരങ്ങളും കുറുമരുമാണ് ഇന്ത്യയിലെ ആദിമ ജനത എന്ന് പുതിയ ജനിതക പഠനങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഇന്നലെ വരെ പറഞ്ഞ എല്ലാ കുലമഹിമകളും അടിതെറ്റുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഈ കണ്ടുപിടുത്തം വെറുതെയല്ല. ഗോത്രവർഗങ്ങളിലെ ജീൻ പൂളുകളെ കുറിച്ചുള്ള പഠനങ്ങളാണ് നമ്മളെ ഈ വസ്തുതകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ കുലമഹിമ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് വെറും ഒരു കെട്ടുകഥയാണ്, വെറും ഒരു സ്വപ്നമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇനിയും ഏറ്റവും കൂടുതൽ നമ്മൾ പാരമ്പര്യം പറയാറുള്ളത് കേരളത്തിലെ നമ്പൂതിരിമാരെ കുറിച്ചാണ്. ഈ നമ്പൂതിരിമാരെന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകളല്ല.
അങ്ങനെയാണ് എന്ന് കഴിഞ്ഞ 8-ാം നൂറ്റാണ്ടിലെ കേരളത്തിലേക്ക് ബ്രാഹ്മണരുടെ കുടിയേറ്റം ഉണ്ടായതിനൊക്കെയുള്ള പഠനങ്ങൾ മുൻപ് വന്നിട്ടുള്ള ചരിത്രകാരന്മാർ ധാരാളം നടത്തിയിട്ടുണ്ട്. ഇപ്പം പറഞ്ഞാൽ ഇന്ത്യയിലെ ബ്രാഹ്മണർ 7 ഗോത്രങ്ങളിൽ പെടുന്നവരാണ്. കാശ്യപ, വസിഷ്ഠ, അഗസ്ത്യ, ഭൃഗു, അങ്കിരസ്, അത്രി, വിശ്വാമിത്ര തുടങ്ങിയ 7 ഗോത്രങ്ങളിൽപ്പെട്ടവരാണ് ഇന്ത്യയിലെ ബ്രാഹ്മണരെങ്കിൽ കേരളത്തിലെ ഒരു ബ്രാഹ്മണർക്കും അങ്ങനെ ഒരു ഗോത്ര പാരമ്പര്യം ഇല്ല. എന്ന് മാത്രമല്ല, കേരളത്തിലെ ബ്രാഹ്മണർ അല്ലെങ്കിൽ നമ്പൂതിരിമാരെന്ന് പറയുന്നവർക്ക് ഈ പറയുന്ന രീതിയിലുള്ളതൊന്നും ഇല്ലാന്ന് മാത്രമല്ല, ഒരു നമ്പൂതിരിമാർക്കും ഒരു സംസ്കൃത പേരുള്ള വീട്ടുപേരില്ല. അത്തരം ഒരു കുടുംബം ഇല്ല എന്നുള്ളതാണ് വസ്തുത. വേഷം, ഭാഷ, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ തമിഴ് ബ്രാഹ്മണരും കേരളത്തിലെ നമ്പൂതിരിമാരും വളരെയേറെ വ്യത്യസ്തരാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ, അവരുടെ വേഷം നോക്കുക. തമിഴ് ബ്രാഹ്മണരോ ആന്ധ്രയിലെ ബ്രാഹ്മണരോ ഉടുക്കുന്ന പോലെയല്ല കേരളത്തിൽ നമ്മൾ സാധാരണ എല്ലാ മനുഷ്യരും ഉടുക്കുമ്പോഴാണ് അവർ മുണ്ടെടുക്കുന്നതെങ്കിൽ മറ്റവരങ്ങനെയല്ല. ഇനി അവരുടെ ഭക്ഷണം നോക്കിയാൽ തമിഴ് ബ്രാഹ്മണർ ഇഡ്ഡലിയും ദോശയും സാമ്പാറും രസവും ഒക്കെ അവരുടെ ആഹാരത്തിന് പ്രധാന ഭാഗമാണെങ്കിൽ കേരളത്തിലെ നമ്പൂതിരിമാർക്കിടയിൽ ഈ ഭക്ഷണമില്ല. അവർ കൂടുതലായും കഞ്ഞിയും ചോറും പുട്ടും ഒക്കെയാണ് കഴിക്കുന്നതെന്ന് മാത്രമല്ല, ഈ പറയുന്ന ഇഡ്ഡലിയുടെയും ദോശയുടെയും സാമ്പാറിൻ്റെയും ഒക്കെ ഘടകങ്ങളായിട്ടുള്ള ഉഴുന്ന്, വെളുത്തുള്ളി, ചുവന്നുള്ളി തുടങ്ങിയവ കേരള ബ്രാഹ്മണർ സാധാരണ ഉപയോഗിക്കാറുമില്ല. എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമായ സ്വത്തും അവർക്കാർക്കും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ബ്രാഹ്മണനാവുക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചാൽ മാത്രം പോരാ. നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ചാൽ ആരും നമ്പൂതിരി ആവുന്നില്ല. 16 ഷോഡശ ക്രിയകൾ ചെയ്താൽ മാത്രമേ നമ്പൂതിരി ആകാൻ കഴിയുകയുള്ളൂ. അത്തരമൊരു പാരമ്പര്യം അല്ലെങ്കിൽ ഇതാണ് ജനിതകപരമായി ശരിയായിട്ടിരിക്കെ പെറിച്ച് കേരളത്തിലെ നമ്പൂതിരിമാരുണ്ടാക്കിയ ചില കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്നാണ് പറയിപ്പറ്റ മന്ദിരകുലത്തിൻ്റെ കഥയും പരശുരാമൻ്റെ കഥയും ഒക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പരശുരാമൻ ഭംഗിയോട് ബ്രാഹ്മണർക്ക് ഭൂമി തന്നെ നൽകുവാൻ ഭാർഗവനായി വന്നു എന്നൊക്കെ ചൊല്ലി പഠിപ്പിച്ച, അതായത് കേരളത്തിൽ ക്ഷത്രിയരെ 21 തവണ കൊന്നൊടുക്കിയാണ് കേരളം ബ്രാഹ്മണർക്ക് എഴുതി കൊടുത്തു എന്നൊക്കെ നമ്മളെ കൊണ്ട് കഥ പറയിക്കുന്നത്. ആ കഥകളിൽ പറയുന്ന കഥ തന്നെ തെറ്റാണ്. കാരണം കേരളത്തിൽ ക്ഷത്രിയരുണ്ടായിരുന്നില്ല, അപ്പം കേരളത്തിലെ ബ്രാഹ്മണരുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ ബ്രാഹ്മണരായി സ്വയം വേഷം കെട്ടിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. മറിച്ച് 8-ാം നൂറ്റാണ്ടോടുകൂടി ആദിശങ്കരൻ്റെ ശാങ്കരസ്മൃതിയും ജാതി നിർണയവും അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനവും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടിയാണ് കേരളത്തിൽ നമ്പൂരിമാരുടെ ആധിപത്യം ഉണ്ടാകുന്നത്. അത് ശങ്കരൻ്റെ അദ്വൈതം സ്ഥാപിച്ചതോടുകൂടിയാണ്. ആ അദ്വൈതം സ്ഥാപിച്ചതോടുകൂടി അവർ കേരളത്തിലെ ജന്മിമാരായി കേരളത്തിലെ ഭൂസ്വത്തിൻ്റെ, അതായത് ദേവസ്വത്തിൻ്റെയും ബ്രഹ്മസ്വത്തിൻ്റെയും രാജസ്വത്തിൻ്റെയും അവകാശികളായി, അതായത് ഭൂകേന്ദ്രീകൃതമായ ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ജന്മിത്വ വ്യവസ്ഥ രൂപീകരിച്ചു എന്നുള്ളതാണ് സത്യം. ചാതുർവർണ്ണ വ്യവസ്ഥയിലെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വ്യവസ്ഥയിലെ ക്ഷത്രിയരും വൈശ്യരും കേരളത്തിൽ ഇല്ല. ബ്രാഹ്മണനും ശൂദ്രനും മാത്രമാണ് ഉള്ളത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 12 അന്തരാള ജാതികൾ സൃഷ്ടിക്കപ്പെട്ടു. നമ്പിടി, അടികൾ, മൂത്തത്, ഇളയത്, ചാക്യാർ, നമ്പ്യാർ, വാര്യർ, പിഷാരടി, പൊതുവാൾ, മാരാർ തുടങ്ങിയവ പൈ ജാതികൾ ക്ഷേത്രവും അതിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിഭാഗങ്ങളാണ്. മറ്റൊരു വിഭാഗം സാമന്തർ എന്നറിയപ്പെടുന്ന ഉണിത്തിരി, അടിയോടി, നെടുങ്ങാടി, വെള്ളോടി, ഏറാടി, തിരുമുൽബെ തുടങ്ങിയവയായിരുന്നു. അതിനേക്കാൾ സരസമായൊരു കാര്യം, പാരമ്പര്യം പറയുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ഷേത്രങ്ങളിൽ നിയമിക്കപ്പെട്ടിരുന്ന മറ്റൊരു വിഭാഗം കുത്തച്ചികൾ അല്ലെങ്കിൽ തേപിടീശികൾ എന്നറിയപ്പെടുന്ന ദേവദാസികളായിരുന്നു. കാരണം വരുന്ന ക്ഷേത്രത്തിലേക്ക് ആളുകളെ ആകർഷിക്കുക മാത്രമല്ല, ക്ഷേത്രോപജീവികളായ ഈ നമ്പൂതിരിമാരെയും അന്തരാള ജാതികളെയും സാമന്തന്മാരെയും സുഖിപ്പിക്കുക എന്നൊരു കൃത്യം കൂടി അവർക്കുണ്ടായിരുന്നു. അങ്ങനെ തേവിടിശികളുടെ ഒരു കാലമായിരുന്നു കേരളത്തിലെ ക്ഷേത്ര പ്രഭാവങ്ങളുടെ ഒരു കാലം എന്നുകൂടി പാരമ്പര്യവാദികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനിടയിൽ നമ്പൂതിരിമാർ തന്നെ ഉണ്ടാക്കിയതാണ് ക്ഷത്രിയരെ കൊന്നൊടുക്കിയിട്ടുള്ള മഹത്തായ കഥകൾ. അതായത് ബ്രാഹ്മണർക്ക് ഭൂമി 21 തവണ കേരളത്തിലെ ക്ഷത്രിയരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് കേരളത്തിൻ്റെ അധികാരം ബ്രാഹ്മണരിലേക്ക് വന്നത് എന്നുള്ള കഥയൊക്കെ ഉണ്ടായത്. ഈ ബ്രാഹ്മണർ തന്നെ ക്ഷത്രിയരില്ലാത്ത രാജ്യത്ത് ക്ഷത്രിയ പദവിയിലേക്ക് ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനവർ തുലാപുരുഷം, ഹിരണ്യഗർഭം, ബ്രാഹ്മണം, കൽപ്പതരു തുടങ്ങിയുള്ള അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നു.
ഹിരണ്യഗർഭം എന്നൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് സ്വർണം കൊണ്ട് പശുവിനെ ഉണ്ടാക്കി ആ പശുവിൻ്റെ പുറകിൽ നിന്ന് ആളെ കയറ്റി അയാളെ അകത്തു നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ ആ സ്വർണത്തിലൂടെ കടന്നു വരുന്ന ആളെ പൊന്നു തമ്പുരാൻ എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെയാണ് മാർത്താണ്ഡവർമ്മയെ പോലുള്ള ആളുകൾ വർമ്മ പദവിയിലേക്ക്, ക്ഷത്രിയ പദവിയിലേക്ക് എത്തിയത് എന്ന് തിരുവിതാംകൂർ ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. എന്തായാലും ഇങ്ങനെ നൽകുന്ന സ്വർണമെല്ലാം തന്നെയും നമ്പൂതിരിമാരുടെ സ്വത്തായി മൂലധനമായിട്ട് മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്പൂതിരിമാരുടെ ശിങ്കിടികളായിരുന്ന കമ്പാനിയൻസ് ഓഫ് ഓണർ എന്ന രീതിയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന വിഭാഗങ്ങളും ക്ഷത്രിയ പദവിയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നീട് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് വൈശ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വിഭാഗമായി കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത്. എന്തായാലും എത്രയൊക്കെ പാരമ്പര്യം പറയുമ്പോഴും കുലമഹിമ പറയുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്പൂതിരി വിഭാഗങ്ങൾക്കോ അതിൻ്റെ അന്തരാള ജാതികൾക്കോ ഒന്നും തന്നെ ഒരു കൃത്യമായ കുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതവും സ്ത്രീകളുടെ അടിമത്വവും അതുപോലെ തന്നെ യഥേഷ്ടമുള്ള വിവാഹ രീതികളും വ്യഭിചാരങ്ങളും ഒക്കെ ആയിരുന്നു ഇവരുടെ പാരമ്പര്യമായി സംസ്കാരമായിട്ട് ഗണിക്കപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. യാതൊരു തരത്തിലും കുടുംബം എന്ന് പറയുന്നത് നമ്പൂതിരി സമുദായത്തിന് കുടുംബ വ്യവസ്ഥ ഉണ്ടാകുന്നത് നായർ സമുദായത്തിന് കുടുംബ വ്യവസ്ഥ ഉണ്ടായ 1925 ശേഷം 1930-കൾക്ക് ശേഷമാണ് നമ്പൂതിരി സമുദായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിവർത്തനം ഉണ്ടായത്. മറിച്ച് അതുവരെ നമ്പൂതിരിക്ക് നാടെമ്പാടും ഓടി നടന്ന് വിവാഹം കഴിക്കാനും വിവാഹേതര ബന്ധം ഉണ്ടാക്കാനും സംബന്ധങ്ങൾ നടത്താനും ഇഷ്ടമുള്ളയിടത്തൊക്കെ കയറി ഇഷ്ടമുള്ളതുപോലെ പുത്രോത്പാദനം നടത്താനുമുള്ള ഒരു പാരമ്പര്യമാണ് നമ്മളിവിടെ പറയുന്ന വലിയ കുലം മഹിമ എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം. സ്ത്രീകളെന്ന് പറയുന്നത് വെറും ഉപകരണങ്ങൾ മാത്രം, സാധനമെന്നതിനപ്പുറത്തേക്ക് യാതൊരു അവകാശങ്ങളും 4 കെട്ടിൻ്റെയും 8 കെട്ടിൻ്റെയും അകത്തളങ്ങളിൽ ഒറ്റക്കുറി കൊണ്ടെടുത്ത് നശിച്ചുപോയ വലിയൊരു ജനവിഭാഗമായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ എന്നുള്ളത് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പെണ്ണ് അതിനെതിരായി എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ അവളെ സ്മാർത്ഥ വിചാരം നടത്തി പടിയടച്ചു പിണ്ടം വെക്കുന്ന എത്രയോ കഥകൾ, താത്രിക്കുട്ടിമാരുടെ കഥകൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കേരളത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ തന്നെ ഇത്തരം ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു നമ്പൂതിരി പെണ്ണ് വിവാഹം കഴിക്കാതെ മരിച്ചു പോയാൽ ആ നാട്ടിൽ അവിടുത്തെ പുരുഷന് സ്വർഗം കിട്ടുകയില്ല എന്നതുകൊണ്ട് മരിച്ചു പോവുക പെണ്ണിൻ്റെ ശവത്തെ ഭോഗിക്കുവാനുള്ള കർമ്മങ്ങൾ വരെ ഈ വൃത്തികെട്ട സംസ്കാരത്തിൽ ചെയ്തിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് മാത്രമായി തമിഴ്നാട്ടിൽ നിന്ന് INLA ആളുകളെ കൊണ്ടുവന്ന് ഈ മരിച്ച പെണ്ണിൻ്റെ ശവവുമായി ഭോഗിക്കുന്ന കർമ്മങ്ങൾ വരെ ഈ പാരമ്പര്യവാദികൾ കുലമഹിമാവാദികൾ ചെയ്തിരുന്നു എന്നുള്ളത് സാമാന്യം ബോധമുള്ള കേരളത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അത്രമാത്രം പ്രാകൃതമായ ഒരു വിഭാഗമായിരുന്നു ഈ നമ്പൂതിരി സമുദായം ആ കാലഘട്ടങ്ങളിൽ. ഇന്നത്തെ നമ്പൂതിരിമാരെ കുറിച്ചെല്ലാം പറയുന്നത് ഈ പാരമ്പര്യത്തിൻ്റെ മഹിമ പറയുമ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഇത്രമാത്രം മ്ലേച്ഛമായ ഒരു ജീവിതചര്യയും സംസ്കാരവുമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നായന്മാരെന്ന് പറയുന്നവർ മലയാള ശൂദ്രർ എന്നാണ് അവർ വിളിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ നായന്മാരെന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ചാവേറുകളായി വടിയും വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് നാമമാത്രമായ വസ്ത്രം പോലും ധരിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു വിഭാഗമായിരുന്നു. തൊഴിലില്ല പടയായിരുന്നു യഥാർത്ഥത്തിൽ ആദ്യകാലത്തെ നായന്മാർ. അവർക്കൊന്നും ഈ പറയുന്ന പോലെ സിനിമാക്കാരൊക്കെ കാണിക്കുന്നത് പോലെയുള്ള ഉത്തുംഗങ്ങളായ കെട്ടിടങ്ങളും കോട്ടകളും കൊട്ടാരങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മുടെ സിനിമാക്കാർ ഉണ്ടാക്കിയെടുത്തുള്ള കഥകൾ മാത്രമാണ്. പരമ്പും മണ്ണും കൊണ്ടുള്ള വെറും കൂരാച്ചികൾ വീടുകൾ മാത്രമായിരുന്നു ഈ തറവാടുകൾ എന്നൊക്കെ പേര് നമ്മൾ ഇന്ന് അഭിമാനിക്കുന്ന ഡോമിനൻ്റ് കാസ്റ്റിൻ്റെ തറവാടുകളെ കുറിച്ച് അഭിമാനിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1891 സെൻസസിൽ തിരുവിതാംകൂറിൽ 5,39,895 വീടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഓടിട്ടവ വെറും 4,035 വീടുകളായിരുന്നു. അപ്പോൾ 1891 വരെ കേരളത്തിൽ ഓടിട്ട വീടുകൾ ഒരു നായന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ചരിത്രം നമ്മളോട് പറയുന്നത്. മാത്രമല്ല നമ്പൂതിരി വിഭാഗങ്ങളെ പോലെ തന്നെ വളരെ മ്ലേച്ഛമായ ഒരു കുടുംബ സംവിധാനം, ബഹുഭർത്തൃത്വവും ബഹുഭാര്യാത്വവും മരുമക്കത്തായവും അത് തന്നെയുള്ള വളരെ അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സംസ്കാരശൂന്യമായ ഒരു ചരിത്രമായിരുന്നു കേരളത്തിലെ നായന്മാർക്കുണ്ടായിരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കി. നൂറ്റാണ്ടുകളോളം ഇവർ വെറും
തൊഴിലില്ലാ പടയായി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനും ചാകാനും കൊല്ലാനും വേണ്ടി നടന്നിട്ടുള്ള ആളുകളായിരുന്നു. വെറും നേർച്ചക്കോഴികളെ പോലെയായിരുന്നു നമ്മുടെ മനസ്സിലാക്കേണ്ടതുണ്ട്. വടക്കൻ പാട്ടിൻ്റെയൊക്കെ മാഹാത്മ്യം നമ്മുടെ മുമ്പിൽ പറയാറുണ്ട്. ചേകവന്മാരൊക്കെ നടത്തിയിട്ടുള്ള അത് ചേകവന്മാർ ആരാണെന്നുള്ളതെല്ലാം പറയുന്നത് മൂപ്പിളവ തർക്കം പരിഹരിക്കാനൊക്കെ വേണ്ടി അംഗം വെട്ടി സ്വയം മരിച്ചു പോകാൻ വേണ്ടി വിധിക്കപ്പെട്ടിരുന്ന കുറേ ചാവേറുകൾ മാത്രമായിരുന്നു ഇവരെ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മരുമക്കത്തായ വ്യവസ്ഥയിൽ കുടുംബത്തിലെ പുരുഷന്മാർക്ക് കുടുംബത്തിൽ അവകാശമില്ല, സ്വത്തിന്മേൽ അവകാശമില്ല. നമ്പൂതിരിമാരുടെ കട്ടിലുകൾ കൊണ്ടിട്ട് നമ്പൂതിരിമാരുടെ കുത്തരങ്ങായിട്ട് ഈ പറയുന്ന നായർ തറവാടുകൾ മാറുകയും അവിടുത്തെ ആളുകൾ മറ്റുള്ള നാടുകളിലേക്ക് മറ്റുള്ള കുടുംബങ്ങളിലേക്ക് സംബന്ധത്തിന് പോവുകയും ചെയ്യേണ്ടി വന്നിരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. വിശാഖം തിരുനാൾ രാജാവിനെ കുറിച്ച് പറയുന്ന ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ ഡോക്ടർമാരില്ലാഞ്ഞതുകൊണ്ട് കൊട്ടാരത്തിൽ അദ്ദേഹത്തെ ഡോക്ടർമാരെ പ്രവേശിപ്പിക്കാഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചുപോയത് എന്ന് റോബിൻ ജെഫ്രി പറയുന്നുണ്ട്. മാത്രമല്ല വിശാഖം തിരുനാളിൻ്റെ ഭാര്യ ഒരു നായറായിരുന്നു. ആ ഭാര്യയ്ക്കും അവരുടെ മക്കൾക്കും രാജാവിനെ കൊട്ടാരത്തിൽ വന്ന് കാണാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടത്. എത്ര മ്ലേച്ഛമായ ഒരു സംസ്കൃതിയായിരുന്നു ഈ നായർ കുലമഹിമ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ 12-ാം നൂറ്റാണ്ടിലാണ് വെള്ളാളർ എന്ന പേര് മാറ്റിയിട്ട് ചൂത്തിരൻ എന്ന പേര് നായർക്കുണ്ടാകുന്നത്. 1920 മാത്രമാണ് ഈ ചൂദ്രൻ അല്ലെങ്കിൽ ശൂദ്രൻ നായർ എന്ന പേരിലേക്ക് പരിവർത്തിക്കപ്പെട്ടപ്പോൾ കുലമഹിമ, ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ പറയുന്ന കുലമഹിമ നായർ എന്ന പേര് പോലും 1920 ശേഷമാണ് മലയാള ചൂദ്രന്മാർക്ക് കിട്ടിയത് എന്നുള്ളത് ഇനിയെങ്കിലും പാഠപുസ്തകങ്ങൾ വായിച്ച് ചരിത്ര പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ കൊള്ളായിരിക്കും. 12 ശൂദ്രജാതികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ കിരിയാത്തി നായന്മാരിൽ കുറുപ്പ്, കൈമൾമേ, മേനോൻ തുടങ്ങിയവരും, പിന്നീട് ഇങ്ങോട്ട് വന്നാൽ ഇല്ലക്കാര്, സ്വരൂപക്കാര്, പാതമംഗലം, തമിഴ് പാതകർ, എടശ്ശേരി നായർ, മാരാര്, ചെമ്പുകുട്ടി, ഓടത്ത് നായർ, പുളിയത്ത് നായർ, കലംകൊട്ടി, ചക്കാല നായർ, പള്ളിയിലച്ചൻ, അസ്ഥിക്കുറിച്ചി, ചെട്ടി, ചാലിയർ, വെളുത്തേടൻ, ക്ഷൗരക്കാർ തുടങ്ങിയ വിവിധ ജാതി വിഭാഗങ്ങൾ നായന്മാർക്കിടയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നായന്മാരെല്ലാം തന്നെ ഒരുപോലെ നായന്മാരല്ല. മേനോനും കുറുപ്പും അല്ലെ നായരും പിള്ളയും ഒക്കെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളാണെന്ന് മാത്രമല്ല അവർ പലരും ഐത്തമുള്ളവരും പരസ്പര വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാത്ത ആളുകളുമായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം കുലമഹിമയെ പറഞ്ഞ് നായരാണ്, വെളുത്തേടത്തുകാരൻ നായരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വെളുത്തേടത്ത് നായർക്ക് മറ്റൊരുത്തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. ഐത്തപ്പാടുകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. 1931 68.9% നായന്മാർ കേരളത്തിലുണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ 11% നായന്മാർ മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് കുറഞ്ഞു പോയത് എന്നുള്ളതിന് മറ്റു ചില ചരിത്രങ്ങളൊക്കെ ഉണ്ട്. കാരണം അവരുടെ കയ്യിലിരിക്കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ വിഭാഗങ്ങളൊരു നല്ല ശതമാനം ആളുകൾ മറ്റ് മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തതും അല്ലെങ്കിൽ നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുള്ളതുമൊക്കെയായ കാര്യങ്ങൾ. എന്തായാലും ഈ നായർ തറവാടുകളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. കേശവദേവിൻ്റെയും തകഴിയുടെയും ഒക്കെ നോവലുകളിൽ അവതരിപ്പിക്കപ്പെടുന്ന അല്ലെ MTയുടെ നോവലുകളിൽ പറയുന്ന നായർ തറവാടുകളുടെ തകർച്ച എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം 1 അവർക്ക് സ്വത്തിന്മേൽ അധികാരം ഉണ്ടായിരുന്നില്ല, 2 പണിയെടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല, മറ്റൊന്ന് ആചാരങ്ങളെ വേണ്ടി കുളിയും സർപ്പാരാധനയും പിന്നെ കേസ് നടത്തലും പിന്നെ മരുമക്കത്തായും ഒക്കെയായി ഈ നായർ തറവാടുകൾ പണിയെടുക്കാതെ നശിച്ചു പോയിട്ടുള്ള നായർ തറവാടുകളുടെ ചരിത്രമാണ് ഈ നോവലുകളിലൊക്കെ നമുക്ക് വായിക്കാനായിട്ടും പഠിക്കാനും കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. മരുമക്കത്തായം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് സ്വത്തിന്മേൽ അവകാശം, ആ പെണ്ണുങ്ങളുടെ മക്കൾക്കാണ് അവകാശം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ജീവനാംശ കേസുകളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ സർപ്പാരാധകരായിരുന്നു ഇവരെന്നതുകൊണ്ട് ഈ സർപ്പാരാധനയ്ക്ക് വേണ്ടിയൊക്കെ സ്ഥലം വിറ്റുമൊക്കെ ആയിരുന്നു പലപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും 1925 നായർ റെഗുലേഷൻ ആക്ട് വന്നതിന് ശേഷമാണ് നായന്മാർക്ക് അന്തസ്സുണ്ടായത്. മരുമക്കത്തായത്ത് മക്കത്തായത്തിലേക്ക് മാറുകയും കുടുംബത്തിൽ നിന്ന് കൂട്ടുകുടുംബത്തിൽ നിന്ന് ആളോഹരി വ്യവസ്ഥയിലേക്ക് മാറുകയും വിവാഹത്തിന് നിയമപ്രാബല്യം ഉണ്ടാവുകയും ചെയ്തതോടുകൂടിയാണ് നായർക്ക് തറവാടുണ്ടാകുന്നത്, നായർക്ക് കുടുംബമുണ്ടാകുന്നത്. അപ്പോൾ 1925 എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായും 100 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ കുലമഹിമ പറയുന്ന നായർക്ക് കുടുംബം എന്നൊരു വ്യവസ്ഥ ഉണ്ടാവുന്നതും അവൻ വീട്ടിൽ സ്വന്തം കുട്ടികളെ അച്ഛനിൽ നിന്ന് കുട്ടികളെ കൊണ്ട് വിളിപ്പിക്കാൻ കഴിയുന്നതും അങ്ങനെ കുടുംബം എന്ന് പറയുന്ന ഒരു മഹത്തായ പാരമ്പര്യ വ്യവസ്ഥയിലേക്ക് നായന്മാർ പ്രവേശിച്ചിട്ട് കേവലം 100 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളത്
ഈ കുടുംബമഹിമ പറയുന്നവർ, കുലമഹിമ പറയുന്നവർ, പാരമ്പര്യം പറയുന്നവർ, കൊടികുത്തിയ സംസ്കാരത്തിൻ്റെ വക്താക്കളായി അഭിമാനിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ പട്ടികജാതിക്കാരും കേരളത്തിലെ ഈ പിന്നാക്ക ജനവിഭാഗങ്ങൾ കുടുംബ രൂപീകരണം ഉണ്ടാക്കുകയും ആ കുടുംബം ഇപ്പം 1914 കേരളത്തിലെ കേരളത്തിലെ പട്ടികജാതിക്ക് സ്ത്രീകൾ നാണം മറച്ചെങ്കിൽ 1930 ശേഷമാണ് നമ്പൂതിരി സ്ത്രീകൾ നാണം മറയ്ക്കുന്നത്. അതുപോലെ 1920 ശേഷമാണ് കേരളത്തിലെ നായർ തറവാടിൽ നിന്ന് സ്ത്രീകൾ പുറത്തിറങ്ങാനും അക്ഷരം പഠിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുള്ള കാലം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വലിയൊരു പാരമ്പര്യം ഈ പാട്രിയാർക്കൽ വ്യവസ്ഥയുടെ, പുരുഷാധിപത്യ ജാതി വ്യവസ്ഥയുടെ, മതമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഹിന്ദു മതം എന്നൊരു മതമൊന്നും അന്ന് അന്നില്ല. അപ്പം ഈ പറയുന്ന ജാതി വ്യവസ്ഥയുടെ, ജാതി ശ്രേണിയിലെ പുരുഷാധിപത്യ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങിക്കൊണ്ട് സ്ത്രീകൾ വെറും അടിമകളെ പോലെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഒരു കുടുംബ വ്യവസ്ഥയിലേക്ക്, മകത്തായ വ്യവസ്ഥയിലേക്ക്, വിദ്യാഭ്യാസത്തിലേക്ക്, പരിഷ്കാരത്തിലേക്ക് ഒക്കെ എത്തുന്നത് 1925 ശേഷമാണ് നായന്മാരെത്തുന്നത് എങ്കിൽ വീണ്ടും ഒരു 5 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് നമ്പൂതിരിമാരുടെ വീടുകളിൽ ഈ പറയുന്ന വെളിച്ചം അവരുടെ നാലുകെട്ടിലേക്ക്, വീട്ടുകളിലേക്ക് എത്തപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ എത്ര മഹിമ പറഞ്ഞാലും എത്ര പാരമ്പര്യം പറഞ്ഞാലും ഇതൊന്നും തനതായ ശുദ്ധമായ ഒരു വ്യവസ്ഥയായിട്ട്, അങ്ങനെ ശുദ്ധമായി ഒരു ജനതയ്ക്കും ജനതശാസ്ത്രപരമായി ഒരു ജനതയും ഒരു വംശത്തിനും ഒരു ജാതിക്കും ഒരു മതവിഭാഗങ്ങൾക്കും വംശശുദ്ധിയെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയില്ല. കാരണം കൂടിക്കൊഴയാത്തവരും അല്ലെങ്കിൽ സങ്കരത്തിലാകാത്തവരുമായ ഒരു ജനതയുമില്ല. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയിൽ എത്രയോ വിദേശികളുടെ ആക്രമണങ്ങൾ, എത്രയോ വിദേശികളുടെ ആധിപത്യങ്ങൾ, അപ്പം അത് ഗ്രീസ് അല്ലെങ്കിൽ പോർട്ടുഗീസുകാരാണെങ്കിലും ഗ്രീക്ക് ആണെങ്കിലും മറ്റേ ഡച്ചുകാരാണെങ്കിലും ഇംഗ്ലീഷുകാരാണെങ്കിലും അങ്ങനെ വ്യത്യസ്ത വിദേശ വിഭാഗങ്ങൾ മാത്രമല്ല ഒട്ടേറെ വിഭാഗങ്ങൾ, ജാതി വിഭാഗങ്ങൾ കൂടിച്ചേർന്ന് ഇടകലർന്ന ഒരു സങ്കര ജനത മാത്രമാണ് കേരളത്തിലെയല്ല, ഇന്ത്യയിലല്ല, ലോകത്തിലെ തന്നെ അങ്ങനെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കുലമഹിമ, കുടുംബമഹിമ എന്നൊക്കെ പറയുന്നത് വെറും പ്രഹസനങ്ങൾ മാത്രമാണ്, വെറും ഫാഴ്സാണ്. അതിന് ചരിത്രപരമായിട്ടോ ശാസ്ത്രീയമായിട്ടോ ആധുനിക ജനിതക ശാസ്ത്രവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. മത പുനരുജ്ജീവനവാദത്തിൻ്റെയും ജാത്യാധിപത്യത്തിൻ്റെയും ഭാഗമായി നിന്നുകൊണ്ട് തങ്ങളെന്തോ വലിയ കൊടികെട്ടിയവരാണ് എന്ന് പറയാമെന്നുള്ളതല്ലാതെ ആ പറയുന്നതിൽ യാതൊരു വിധമായ ചരിത്രത്തിൻ്റെയോ ജനിതശാസ്ത്രത്തിൻ്റെയോ യാതൊരു പിന്തുണയും അതിലില്ല എന്ന് സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ, രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ ഈ മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.